hello, this is me Amrita and welcome back to my YouTube channel. As you can see, ഇന്ന് ഭയങ്കര ഒരു സൺ കിസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് മറ്റേ വിൻഡോയിൻ്റെ ആണ്, ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇതായിട്ട് കണ്ടാൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അത്രേ ഉള്ളൂ. എന്നാൽ ആ ഒരു ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് എന്ന് വീഡിയോ എടുക്കുമ്പോൾ ദാറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്, ശരിയല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ആസ് യു സീൻ തംബ്നെയിൽ ഓൾറെഡി, ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്ന 3 ways ഓഫ് റിമൂവിങ് ബ്ലാക്ക് ഹെഡ്സ് ആണ്. അതിൽ ഒന്ന് ഫിസിക്കൽ വേ ഓഫ് റിമൂവിങ്, 2 കെമിക്കൽ വേ ഓഫ് റിമൂവിങ് ആൻഡ് ദ തേർഡ് വൺ ഇസ് മെക്കാനിക്കൽ വേ ഓഫ് റിമൂവിങ് ബ്ലാക്ക് ഹെഡ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കാം, മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, എല്ലാവർക്കും അറിയുന്ന ഫിസിക്കൽ വേ ഓഫ് റിമൂവിങ് ബ്ലാക്ക് ഹെഡ്. ഫിസിക്കൽ വേ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് DIYs ഒക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഇഷ്ടം പോലെ DIYs അവൈലബിൾ ആണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഫിസിക്കലി അത് റിമൂവ് ചെയ്യാൻ ഇഷ്ടം പോലെ വഴിയുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു ഇതിനെന്താ പറയുക, ബ്ലാക്ക് ഹെഡ് റിമൂവർ. ബ്ലാക്ക് ഹെഡ് റിമൂവർ എന്ന 2 സൈഡിലും ഇങ്ങനെ ചെറിയൊരു ഹോൾസ് ഒക്കെ ആയിട്ട് ബ്ലാക്ക് ഹെഡ് റിമൂവർ ഉണ്ട്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫിസിക്കലി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എപ്പോഴും ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ബിക്കോസ് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തത് നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ക്ലോഗ് ചെയ്ത് ഡേർട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ബാം ലൈക്ക് വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. വാസലിൻ അപ്ലൈ ചെയ്യുക. വാസലിൻ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ ബ്ലാക്ക് ഹെഡ് ആണെങ്കിലും വൈറ്റ് ഹെഡ് ആണെങ്കിലും റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതായിരിക്കും. അപ്പം ഇതാണ് ഫിസിക്കലി ഞാൻ കാണിക്കുന്ന ഒരു മെത്തേഡ്. ഇതല്ല നിങ്ങൾക്ക് DIYs ഉണ്ട് ഇഷ്ടം പോലെ. മറ്റേ എഗ്ഗിൻ്റെ വൈറ്റ് ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് അത് എടുക്കുമ്പോൾ വരുന്ന അങ്ങനെ കുറേ ഉണ്ട്, എനിക്കറിയത്തില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര പെയിൻ ഉള്ള പോലെ തോന്നാറുണ്ട്. ഇത് പെയിൻ ഈവൻ ദോ കുറച്ചുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആണ്, അത് നമുക്ക് വരുന്ന ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഫിസിക്കൽ വേ ഓഫ് റിമൂവിങ് ബ്ലാക്ക് ഹെഡ്സ് കാണിക്കുന്നത്. അടുത്തത് കെമിക്കൽ വേ ആണ്. അത് എല്ലാവർക്കും അറിയാം. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ ആക്റ്റീവ്സ് അവൈലബിൾ ആണല്ലേ, ലൈക്ക് വൈറ്റമിൻ C ആണെങ്കിലുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിലുണ്ട്, സാലിസിലിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് ഓരോന്നിനായിരിക്കുമല്ലോ എയിം ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡിന് കൂടുതൽ അത് കുറച്ചുകൂടെ നല്ലോണം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്റ്റീവ്സ് ആണ് ഹൈലറോണിക് ആസിഡ്. അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ആക്റ്റീവ് ആണ് സാലിസിലിക് ആസിഡ് കേട്ടോ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ഡെർമാക്കോയിൻ്റെ 2% സാലിസിലിക് ആസിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യുക. ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലെങ്ങാണ്ടാണ്, അതും തീരാറായിരിക്കുന്നു. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് $499 ഉള്ളൂ. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് ആ ഒരു ബ്രാൻഡിൻ്റെ, ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ നല്ല നല്ല സാലിസിലിക് ആസിഡ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അത് യൂസ് ചെയ്യുക. എൻ്റെ കുറച്ചൊരു ഓയിലി കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ ഈ ഡെർമാക്കോയിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡെർമാക്കോയിൻ്റെ പ്രൊഡക്ട്സ് എൻ്റെ സ്കിന്നിന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യും എന്നും പറഞ്ഞ് ഇത് കേട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്നെ പറയണ്ട. അപ്പോൾ ആദ്യമേ വാങ്ങിച്ചിട്ട് ഒരു പാച്ച് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിക്കൽ വേ ഓഫ് റിമൂവിങ് ബ്ലാക്ക് ഹെഡ്സ്. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മെക്കാനിക്കലി നമുക്ക് എങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം. നമുക്ക് ബ്ലാക്ക് ഹെഡ് റിമൂവിങ് ടൂൾസ് ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. അങ്ങനത്തെ ഒരെണ്ണം തന്നെയാണ് ഞാനും കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് ഡെർമാ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലാക്ക് ഹെഡിനെ നമ്മൾ സക്ക് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് വാക്വം എഫക്റ്റിലാണ് ഡേർട്ടിനെ എല്ലാം വേണ്ടി റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ഡെർമാ സെക്ഷൻ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ.
ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ട്. ആൻഡ് ഇതിൽ 4 ഹെഡ് ഉണ്ട് കേട്ടോ. 4 ഹെഡ് ഇതിൽ അവൈലബിൾ ആണ്. ഓരോ അതായത് എവിടെയാണ് ഇപ്പോൾ ഫേസിൻ്റെ ഇവിടെയാണോ യൂസ് ചെയ്യേണ്ടത്, ഇവിടെയാണോ യൂസ് ചെയ്യേണ്ടത്, സ്ഥലം അനുസരിച്ച് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സ്മോൾ ഹെഡ് ഉണ്ട്, സോണിക് ഹെഡ് ഉണ്ട്, ലാർജ് ഹെഡ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് ഹെഡ്, സ്മോൾ, ലാർജ്, ഓവൽ ആൻഡ് സോണിക് 4 ടൈപ്പ് ഹെഡാണുള്ളത്. ആൻഡ് ഇത് കോഡ്ലെസ് ആണ്, പോർട്ടബിൾ ആണ്, ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ AA ബാറ്ററി ഇല്ലേ, ആ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഓൾറെഡി ഇതിലൊരു ഹെഡ് ഇട്ടിട്ടുണ്ട് ആൻഡ് 3 എക്സ്ട്രാസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ അതാ ഈ ഒരു സാധനം ഉള്ളത് ഇങ്ങനെയാണ്. ഇവിടെ ബാറ്ററി ഓപ്പറേറ്റർ ആണ് കേട്ടോ. നമുക്ക് ബാറ്ററി AA ബാറ്ററി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് വന്നേക്കുന്നത്. ആൻഡ് 2 സ്പീഡ് കൺട്രോൾ മോഡ് ഉണ്ട്. ഇത് കുറച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് നീക്കുക, കുറച്ചുകൂടെ കൂടുതൽ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഏറ്റവും ലാസ്റ്റത്തേക്ക് ഓഫ്. അപ്പം ഇത് ഭയങ്കര സുഖമാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിലിപ്പോൾ കിടക്കുന്നത് ലാർജ് ഹെഡാണ്. ഞാനിതൊന്ന് മാറ്റിയിട്ട് ചെറുതാക്കാം. ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം ഞാൻ നോസിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഹെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇതാണ്, ഒരു ചെറിയൊരു സക്ഷൻ എഫക്റ്റ് അവിടെ വരും. ഭയങ്കര ഒരു ഹാഷല്ല നമ്മുടെ സ്കിന്നിൽ, ഭയങ്കര ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സക്ഷൻ എഫക്റ്റ് ആണ്. അതായത് ഡേർട്ടിനെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അപ്പം ഒരു ഏരിയയിൽ തന്നെ ഒരു ടൈം പീരീഡിൽ കൂടുതൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബ്ലഡ് കുറച്ച് ക്ലോട്ട് ചെയ്യാൻ, നമ്മൾ പറയില്ല കളർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഭയങ്കരമാണ് കേട്ടോ. ബിക്കോസ് ഇത് കിട്ടിയ ടൈമിൽ എനിക്കും അറിയത്തില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഏരിയ തന്നെ നല്ലോണം യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു ഓവൽ ഹെഡാണ്. ഞാൻ ഫസ്റ്റ് മോഡിലാണ് ഇട്ടേക്കുന്നത്. ആൻഡ് ഇങ്ങനെ പിടിക്കുക. ഇനി ഒന്ന് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം. സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഇതിൽ കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാവില്ല. ആൻഡ് ഇത് നല്ലോണം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ക്ലീനിങ് ബ്രഷ് ഉണ്ട് കേട്ടോ, എടുക്കാൻ മറന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലീനിങ് ബ്രഷ് ഉണ്ട്. ഇത് നനയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ വൈപ്പ് ഓഫ് ചെയ്ത് കളയാണ് വേണ്ടത്. ഇതിപ്പം ഓവൽ ഹെഡാണ്. ഈ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഒരെണ്ണമുണ്ട്. അതേപോലെ ഇതും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ഇപ്പം സമയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എങ്ങനെ നമുക്ക് ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ഒരു കെമിക്കലി ഒരു മെക്കാനിക്കലി ബ്ലാക്ക് ഹെഡ് റിമൂവൽ ചെയ്യാം, അതും വീട്ടിൽ തന്നെ എന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ടാറ്റാ ബൈ.